പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവ സ്നേഹിതരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ വന്ദനം. പാഷൻ റിസൈറ്റൽ മ്യൂസിങ്സ് അറൗണ്ട് ദ ക്രോസ് എന്ന ഈ ഓൺലൈൻ മ്യൂസിക്കൽ മെഡിറ്റേഷനിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. ആരാധന എന്നത് സൃഷ്ടി പ്രക്രിയയിലും അതിൻ്റെ വീണ്ടെടുപ്പിലും വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത് പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധാത്മശക്തിയാൽ സ്തോത്രാർപ്പണം നടത്തുന്ന സന്ദർഭമാണ്. സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കിയ ദൈവസ്നേഹം, അതിന് മുഖാന്തരമായ മനുഷ്യാവതാരം, കുരിശുമരണം എന്നിവ ഓരോ ആരാധനയിലും നന്ദിപൂർവ്വം സ്മരിക്കപ്പെടുന്നു. രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ഹൃദയപൂർണമായ ധ്യാനം ഏതൊരു കഠിന മനുഷ്യൻ്റെയും ഉള്ളൊലിക്കുന്ന അനുഭവമാണ്. ആത്മാവേ, ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ, ദൈവത്തിൻ പുത്രൻ ഈ സാധുവെ സ്നേഹിച്ചു എന്ന് പാടുവാൻ പ്രേരിപ്പിച്ചതും കുരിശിൻ്റെ ധ്യാനമാണ്. വലിയ നോമ്പിൻ്റെ നാളുകളിൽ ഒരുമിച്ച് കൂടി വന്നിരുന്ന ആരാധനാ സമൂഹത്തിൻ്റെ ഉള്ളിൽ ദിവ്യരക്ഷയുടെ ഓർമ്മകൾ നൽകുവാൻ നമ്മുടെ നമസ്കാരങ്ങൾക്ക് സഹായകരമായിരുന്നു. ഓർമ്മകൾ നിസ്സാരമല്ല, കുരിശിൻ്റെ ഓർമ്മകളോ ഒട്ടുമേ നിസ്സാരമല്ല. The memory of the cross takes us from the past, strengthens us in the present and directs us towards the future. COVID-19 പശ്ചാത്തലത്തിൽ അനിവാര്യമായ ഈ ധ്യാനം പരിമിതികളുടെ മധ്യത്തിൽ മറ്റൊരു വിധത്തിൽ, ഒരു ബദൽ മാർഗത്തിൽ എങ്ങനെ സുഗമമായി സംഘടിപ്പിക്കുവാൻ സാധിക്കും എന്ന ചിന്തയുടെ പരിണിത ഫലമാണ് പാഷൻ റിസൈറ്റൽ മ്യൂസിങ്സ് അറൗണ്ട് ദ ക്രോസ് എന്ന ഈ ശുശ്രൂഷ. നിന്ദയുടെയും വേദനയുടെയും പരിഹാസത്തിൻ്റെയും പര്യായമായിരുന്ന കുരിശ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിന് ശേഷം പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും കൂടെ അടയാളമായി മാറി. കർത്താവിൻ്റെ കുരിശിന് ചുറ്റിനുമുള്ള അനുഭവങ്ങൾ പരാമർശിക്കപ്പെടുന്ന 7 കീർത്തനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സമാഹാരമാണ് ദ പാഷൻ റിസൈറ്റൽ. ഈ ഗാനശുശ്രൂഷയുടെ പ്രധാന പങ്കാളികൾ കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ഇടവക ഗായക സംഘമാണ്. അതുകൂടാതെ ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും യുവജന സഖ്യാംഗങ്ങളും ഓരോ ഗീതങ്ങൾ ആലപിക്കുന്നു. ഈ കീർത്തനങ്ങളൊക്കെ ആരാധനാ സമൂഹത്തെ ഹൃദയപൂർവമായ സ്തോത്രാർപ്പണത്തിന് ഒരുക്കുകയും മനസ്സുകളെ ദൈവത്തിലും അവൻ്റെ രക്ഷാപദ്ധതിയിലും കേന്ദ്രീകരിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. മലങ്കരയുടെ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തൻ്റെ അനുഗ്രഹ വചസ്സുകളാൽ ഈ ശുശ്രൂഷ ധന്യമാക്കുന്നു. മാർത്തോമ സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധിപൻ അഭിവന്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനി കുരിശ് കേന്ദ്ര ബിന്ദുവാക്കിയ ഒരു ധ്യാനത്തിന് നമ്മളെ നയിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരുടെ വാക്കുകളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിന് പിന്നിൽ ധാരാളം ആളുകൾ ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. ഗാനങ്ങൾ പാടിയവർ, അത് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് സഹായിച്ചവർ, ഗായക സംഘത്തിൻ്റെ ചുമതലപ്പെട്ടവർ, നമ്മുടെ ഇടവകയിലെ വൈദിക വിദ്യാർത്ഥി സന്തോഷ് ജോൺ, നമ്മുടെ കുടുംബാംഗങ്ങൾ, എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കട്ടെ. നമ്മുടെ ധ്യാന വഴിയിലെ ഈ സഞ്ചാരം നമ്മുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമാകട്ടെ. നാം അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ കുരിശിൻ്റെ ധ്യാനം നമ്മെ ഉണർത്തട്ടെ. ക്രിസ്തുവിങ്കിലേക്കുള്ള നമ്മുടെ ദൂരം കുറയ്ക്കുവാൻ ഈ പാഷൻ റിസൈറ്റൽ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസഫ് ഹാർട്ട് എന്ന ഇംഗ്ലീഷ് ഗാനരചയിതാവിൻ്റെ വിരൽ തുമ്പിൽ നിന്ന് മുതിർന്നതായ മനോഹരമായൊരു കീർത്തനമാണ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ കഠിനവ്യഥയുടെ വിവരണം നാം കാണുന്നു. വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് പതിക്കുമാറ് കഠിന വേദനയിലൂടെ കടന്നുപോകുന്ന കർത്താവിൻ്റെ വിധ ഉൾക്കൊണ്ടുകൊണ്ട് ജോസഫ് ഹാർട്ട് രചിച്ചതായ ഈ കീർത്തനം എക്കാലവും മനസ്സിനെ സ്പർശിക്കുന്ന ഒന്നാണ്. ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് എന്ന ഈ രചന എബനേസർ എന്ന ട്യൂണിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തോമസ് ജോൺ വില്യംസ് കമ്പോസ് ചെയ്തതായ ഈ ട്യൂണ് ലോക പ്രശസ്തമാണ്. എബനേസർ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റോൺ ഓഫ് ഹെൽപ്പ് എന്നത്രേ. ഈ ഗാനത്തിന്റെ അർത്ഥം വളരെ ഹൃദയസ്പൃക്കാണ്.
മഹാപുരോഹിതനായ യേശുക്രിസ്തു നമ്മുടെ നാമം മാർവിലേന്തിക്കൊണ്ട് ഭാരത്തോടെ ഞരങ്ങി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് കാണുന്നതായ ആ കാഴ്ച ദൂതഗണങ്ങളെ പോലും ആകുലപ്പെടുത്തുന്നുണ്ട്. അത് കാണുമ്പോൾ, ആ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് ഒന്നുമില്ലയോ എന്ന ചോദ്യം വളരെയധികം നമ്മെ സ്പർശിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ അല്ലാതെ പാപത്തിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ വേറെ ഒരു മാർഗവുമില്ല എന്നുള്ളത് ജോസഫ് ഹാർട്ട് തന്റെ അനുഭവത്തിലൂടെ നേടിയെടുത്തതായ ഒരു കൺവിക്ഷൻ അഥവാ ഉറപ്പാകുന്നു. കൽനെഞ്ചുകളെ പോലും മാംസളമാക്കുന്ന ഒരേ ഒരു സംഗതി അത് യേശുവിന്റെ രക്തത്താൽ ആർജിതമായ ക്ഷമാബോധം മാത്രമാകുന്നു. ഈ കീർത്തനത്തിന്റെ ഒടുവിൽ താൻ പറഞ്ഞു നിർത്തുമ്പോൾ യേശുക്രിസ്തുവിലോടല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളതായ ദാരിദ്ര്യബോധം ഗാനരചയിതാവിനെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. ഒന്നുമില്ലാതെ കർത്താവിന്റെ പാദപീഠത്തിൽ എത്തുന്നതായ എല്ലാവർക്കും കൃപയോടെ തന്റെ നന്മകൾ സമ്മാനിക്കുന്നതായ ഈ മഹാപുരോഹിതനെ ഈ കുരിശ് ധ്യാനത്തിന്റെ നാളുകളിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് നിർത്താം. അവന്റെ പീഡാസഹനം നമുക്ക് കൂടി വേണ്ടിയായിരുന്നു എന്നുള്ളത് ഓർക്കാം. ഇത്രയേറെ കഷ്ടങ്ങൾ അനുഭവിച്ച് സ്വന്തം ജീവൻ നൽകിയ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കേന്ദ്ര ബിന്ദുവായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗാനം സമർപ്പിക്കുന്നു.
നാഥ എന്ന കീർത്തനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 2-ാം വാക്യം ആധാരമാക്കിയുള്ള ഒരു പഴയ ലത്തീൻ കീർത്തനമാണ്. 14-ാം നൂറ്റാണ്ടിൽ കണ്ടെടുത്ത ഒരു ലത്തീൻ കയ്യെഴുത്തു പ്രതിയിൽ കാണപ്പെട്ട സാൽവേ മുണ്ടി സലൂത്താരെ എന്ന നീണ്ട കവിതയിൽ തകർക്കപ്പെട്ട് രക്തം വാർന്ന് അതികഠിനമായ വേദനയിൽ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, അവൻ്റെ പാദങ്ങൾ, കാൽമുട്ടുകൾ, കൈകൾ, നെഞ്ച്, ഹൃദയം, തല എന്നിവ വിവരിക്കുന്നു. ക്ലെയർവോയിലെ ബെർണർദീനോ സോലൂവിനിലെ അർണൽഫോ എഴുതിയതായി കരുതപ്പെടുന്ന ഈ കവിതയുടെ അവസാന ഭാഗമാണ് പോൾ ഗെർഹാർട്ട് എന്ന വിഖ്യാത ജർമ്മൻ ഗാനരചയിതാവ് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ഒരു ഗാനമാക്കിയത്. 1830 ജെയിംസ് വാഡൽ അലക്സാണ്ടർ എന്ന ദൈവശാസ്ത്ര പണ്ഡിതൻ ഗെർഹാർട്ടിന്റെ ജർമ്മൻ കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഹാൻസ് ലിയോ ഹാസ്ലറിന്റെ കൃതികളിൽ ആദ്യമായി കാണപ്പെട്ട പാഷൻ കൊറയിൽ എന്ന ഈണമാണ് ഈ ഗാനത്തിനും നൽകപ്പെട്ടിട്ടുള്ളത്. നുറുക്കപ്പെട്ട നാഥ എന്ന ശക്തിമത്തായതും വിവരണാത്മകവുമായ ഈ ഗാനം നമ്മുടെ പാപത്തിന് മറുവിലയായി ക്രിസ്തു അനുഭവിച്ച വേദനയും ലജ്ജയും തീവ്രമായ നിലയിൽ വരച്ചു കാട്ടുന്നു. ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ത്യാഗത്തിന്റെ ഒരു ഉദാഹരണമായി മാത്രമല്ല, മറിച്ച് പാപികളായ നമ്മൾ ഓരോരുത്തരുടെയും സ്ഥാനത്താണ് ക്രിസ്തു മരിച്ചത് എന്ന് കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവശാസ്ത്രജ്ഞർ ഇതിനെ വൈകേറിയ സഫറിംഗ് എന്ന് വിളിക്കുന്നു. ദൈവമക്കളായ നാം രചയിതാവിനോട് ചേർന്ന് പാടുന്നു, എൻ്റെ അകൃത്യങ്ങളുടെയും ലംഘനങ്ങളുടെയും ശിക്ഷ അതികഠിനമായ വേദനയായി ക്രൂശിൽ അങ്ങ് അനുഭവിച്ചു. യേശുവിൻ്റെ ത്യാഗത്തെ വിവരിക്കാൻ നമുക്കറിയാവുന്ന വാക്കുകൾ പര്യാപ്തമല്ല. എന്നാൽ അവസാന ചരണത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജീവിതാന്ത്യത്തോളം ദൈവത്തോട് സ്നേഹവും ബഹുമാനവും നിറഞ്ഞവരായി ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. Crucial to my Lord.
കർത്താവിൽ പ്രിയരെ, കൈതക്കുഴിയിലുള്ള സെന്റ് തോമസ് മാർത്തോമ ഇടവക പാഷൻ റിസൈറ്റൽ നടത്തുന്നു എന്ന് കേട്ടതിൽ ഏറെ സന്തോഷമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ള ക്രിസ്തീയ കീർത്തനങ്ങളിലെ പാട്ടുകൾ ഇടവക ഗായ സംഘം ചേർന്ന് നന്നായി പാടുന്ന ഈ റിസൈറ്റൽ ഏവർക്കും അനുഗ്രഹപരമായി തീരുവാൻ ഇടയാവട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ആരാധനയും ദൈവസന്നിധിയിലുള്ള സംഗീതങ്ങളും എല്ലായ്പ്പോഴും ദൈവനാമ മഹത്വത്തിനായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. അതിലൂടെ സഭയുടെ വളർച്ചയും ദൈവരാജ്യത്തിന്റെ വ്യാപനവും സാധ്യമായി തീരുവാനിടയാകണം. ദൈവജനം ദൈവത്തോടടുക്കുന്നതിനും ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ നിർവഹിച്ച വീണ്ടെടുപ്പിന്റെ വലിയ ശുശ്രൂഷയെ ധ്യാനിക്കുന്നതിനും പാഷൻ റിസൈറ്റൽ സഹായമായി തീരട്ടെ എന്നത് ആശംസിക്കുന്നു. സ്വർഗോന്നത വിട്ട് താഴെ ഭൂമിയിലേക്ക് വരുവാൻ മനസ്സരിച്ച കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ ഇഷ്ടം നിറവേറി എന്നത് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നുപോയതായിട്ടുള്ള ഈ ലോകത്ത് ഛിന്ന ഭിന്നമായി തോന്നിയിരിക്കുന്ന മനുഷ്യ ജീവിതത്തെ വീണ്ടെടുക്കുവാനൊക്കെ ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കാണുവാനായിട്ടിടയാവുന്നത്. അത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് എന്നത് വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ തന്റെ ചുമലിലേന്തി പാപത്തിന്റെ ഫലമായിട്ടുള്ള മരണത്തിനായി കാൽവരി ക്രൂശിൽ പരമയാഗമായിട്ട് തീർന്നതാകുന്നു യേശുവിന്റെ പീഡാനുഭവയിൽ നാം പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. തന്റെ ശരീരത്തെ മുറിക്കുകയും തന്റെ രക്തത്തെ ഒഴുക്കുകയും ചെയ്ത ക്രൂശ് മരണത്തെ ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും ധ്യാനിക്കുന്നു. മുറിവേറ്റ ഒരുവനാണ് മുറിവുള്ളവനെ മനസ്സിലാക്കുവാനായിട്ടിടയാവുന്നത്. മുറിവേറ്റ ഒരുവനാണ് ഒരുവന്റെ മുറിവ് ഉണക്കുവാന്റെ കോണം ശുശ്രൂഷ അനുഷ്ഠിക്കുവാനായിട്ടിടയാവുന്നത്. മുറിവേറ്റ ഒരുവനാണ് സൗഖ്യം പ്രാപിച്ചതായുള്ള വ്യക്തിയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷം പങ്കിടുവാനായിട്ടും ഇടയാവുന്നത്. കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരത്തെ മുറിക്കുകയും രക്തത്തെ ഒഴുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരാൾ ക്രൂശിക്കപ്പെട്ടു എന്ന ഒരു ചരിത്ര സംഭവമായിട്ട് മാത്രം മാറ്റാതെ അതിലടങ്ങിയിരിക്കുന്ന ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുന്നതിനും അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജീവിതശൈലികൾ കൊണ്ട് ജീവിതം അർത്ഥവത്താക്കി തീർക്കുവാൻ അത് സഹായമായിട്ട് തീരുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. യേശു കാൽവരി ക്രൂശിൽ തന്റെ ശരീരത്തെ അർപ്പിച്ചതിലൂടെ ദൈവത്തിന് ഈ ലോകത്തോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എത്ര തന്നെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പാപനിമിത്തമായി അകന്നു പോയാലും ഭാവിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നത് കാൽവരി ക്രൂശ് വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് മറുതലിച്ചും ദൈവത്തെ ദുഷിച്ചും ദൈവഹിതം നിറവേറ്റാതെയും ഒക്കെ നടക്കുന്നതായ എല്ലാവരെയും വീണ്ടെടുക്കുവാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു സ്വർഗസ്ഥ പിതാവിന്റെ ഹൃദയമാണ് ദൈവത്തിനുള്ളത് എന്നതത്രേ ഇത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കാൽവരി ക്രൂശിൽ ക്രിസ്തുവിനായ യേശുവിനെ നാം കാണുകയും അവൻ നമുക്ക് വേണ്ടി പാപപരിഹാരയാഗമായി തീർന്നു എന്നത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവസ്നേഹത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കി ദൈവത്തിലേക്ക് ഏവരും തിരിയുന്നതിനും ദൈവത്തോട് അടുക്കുന്നതിനും അങ്ങനെ ക്രിസ്തുവിലൂടെ ദൈവം നമ്മയെല്ലാം നിരപ്പിന്റെ ശുശ്രൂഷയിൽ ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്നു എന്നത് ഗ്രഹിച്ച്
അത് അനുഭവിക്കുന്നതിനും ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന പോലെയാണ് ക്രൂശ് മരണവും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും മനസ്സിലാക്കുവാനായിട്ട് ഇടയാവുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് മനസ്സിലാക്കാതെ ക്രൂശ് മരണം ഗ്രഹിപ്പാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ അത് ഭാഗ്യം മാത്രമായിരിക്കും. തിരിച്ചു അതുകൊണ്ട് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സദ്വർത്തമാനമാണ് ഇന്നും നമ്മോടുകൂടി ഇരിക്കുന്ന ദൈവത്തെ അനുപുത്രനായ യേശു ക്രിസ്തുവിനെയും ഇന്ന് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുവാൻ സഹായമായിട്ട് തീരുന്നത്. ഈസ്റ്ററിന്റെ ഈ ദിനങ്ങളിൽ അത് ജീവിതത്തിൽ അർത്ഥവത്തായിട്ട് ഉൾക്കൊള്ളുവാൻ ഏവർക്കും സഹായമായിട്ട് തീരട്ടെ. പാഷൻ സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം അനുഗ്രഹീതമായുള്ള ഗാനങ്ങളിലൂടെ ക്രൂസിന്റെ സന്ദേശത്തെ ലോകത്തിന് നൽകുന്നതിനും ഏവരും അത് ഉൾക്കൊണ്ട് ദൈവസന്നിധിയിൽ നിരപ്പാകുന്നതിനും ദൈവമക്കളായിട്ട് ജീവിക്കുന്നതിനും ഇടയായിട്ട് തീരട്ടെ എന്നത് ഞാൻ ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ വിജയങ്ങളും ഞാൻ നേരുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ജീവൻ നൽകി സ്നേഹിക്കുവാൻ കഴിയുന്ന സ്നേഹം, അതാണ് ക്രിസ്തുവിൽ അനുഭവവേദ്യമാകുന്നത്. അവൻ കാൽവരിയിൽ ചിന്തിയ ഓരോ തുള്ളി രക്തത്തിനും പറയുവാനുള്ളത് എന്റെയും നിന്റെയും രക്ഷയുടെ കഥയാണ്. ആ ത്യാഗത്തിനു മുൻപിൽ പകരം വയ്ക്കുവാൻ ഒന്നും തന്നെയില്ല. എന്താണ് ഞാൻ നൽകുക ദൈവമേ എന്ന പ്രാർത്ഥന മാത്രം. കാൽവരി ക്രൂശിൽ എനിക്കായി എന്ന അടുത്ത ഗാനം സൺഡേ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളും സഖ്യാംഗങ്ങളും ചേർന്ന് ആലപിക്കും. Crushing me, any
ബാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ തൂലികയിൽ പിറന്ന ക്രൂശിന്മേൽ എന്ന ഗാനം ആത്മീകാനുഭൂതിയുടെ അത്യുന്നത മേഖലകളിലേക്ക് വിശ്വാസിയെ നയിക്കുന്ന മികച്ച ഗാനങ്ങളിൽ ഒന്നാണ്. ഈ ഗാനത്തിൽ കുരിശിനെയും ക്രിസ്തുവിന്റെ സ്നേഹത്തെയും സ്വർഗീയ ആനന്ദത്തെയും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവസ്നേഹം സാക്ഷാൽ സ്നേഹമാണ്, നിസ്തുലമായ സ്നേഹമാണ്, നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന സ്നേഹമാണ്, അത് വർണ്ണനാതീതമാണ്. യേശു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന സ്ഥാനം ഉപേക്ഷിച്ചു. ക്രൂശ് മരണം മനസ്സോട് തിരഞ്ഞെടുത്തു. പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് യോഹന്നാൻ 3:16 പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടാനായി ലോകത്തിലേക്ക് അയച്ചു. ദൈവിക സ്നേഹം അനുഭവിച്ചറിയാൻ ഈ ഗാനത്തിന്റെ വരികളിലൂടെ ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും സാധിക്കുന്നു. ഏത് കഷ്ടതയിലും പ്രയാസഘട്ടത്തിലും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചാലും നാം ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച ക്രിസ്തുവിനെയും ക്രൂശിൽ കാണാൻ കഴിയുന്ന പവിത്രമായ സ്നേഹത്തെയും ഓർക്കണമെന്ന് സാധു കൊച്ചുകുഞ്ഞുപദേശി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു കൊച്ചുകുഞ്ഞുപദേശി. അദ്ദേഹം സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമായ ഭാഷയിലൂടെയാണ് ഗാനങ്ങൾ രചിച്ചത്. മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം വഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് കുരിശിൽ വെളിപ്പെടുന്നത്. The cross shows the seriousness of our sin, but it also shows us the immeasurable love of God. ഗലാത്യർ 6:14 പറയുന്നത് പോലെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഈ മനോഭാവം പുലർത്തുന്നവരായിരിക്കണം നാം ഏവരും. സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് സ്വന്തം ജീവൻ നൽകി നമുക്ക് കാണിച്ചു തന്ന യേശുവിനെയാണ് 3 ബാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശി തന്റെ തൂലികയിലൂടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. മനുഷ്യരാശിയോട് ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാനും ധ്യാനിക്കുവാനും ഈ നോമ്പ് കാലം ആഹ്വാനം ചെയ്യുന്നു. പാപത്തെ സ്നേഹിക്കാൻ നാം ഇനി ഒരിക്കലും പോകില്ല എന്ന് നമുക്കും സാധുവിനോടൊപ്പം ഈ നോമ്പ് കാലയളവിൽ പ്രതിജ്ഞ ചെയ്യാം.
പൈതങ്ങൾ ഇന്നിൻ്റെ സന്തോഷവും നാളെയുടെ പ്രതീക്ഷയുമാണ്. ശിശുക്കളെ അരികിലണയ്ക്കാൻ കൈകൾ നീട്ടിയ യേശുനാഥൻ ഇന്നും സ്നേഹത്തോടെ പറയുന്നു, ഇവർ സ്വർഗത്തിൻ്റെ ഭാഗ്യശാലികൾ. നിങ്ങളും തിരിഞ്ഞ് ഇവരെ പോലെയാവുക. കാലങ്ങൾക്കപ്പുറം നസ്രയൻ്റെ വരികളിൽ കുരുത്തോലയുമായി ഹോശന്ന പാടിപ്പോയ കുഞ്ഞുങ്ങളെ നമുക്കോർക്കാം. ശിശുക്കളോടുള്ള ദൈവസ്നേഹം ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഗാനമാണ് മൂത്താമ്പാക്കൽ ശ്രീ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി രചിച്ച ബാലരാകുന്ന ഞങ്ങളെ യേശു തമ്പുരാൻ എന്ന് ആരംഭിക്കുന്ന ഗാനം. ഈ ഗാനം അടുത്തതായി നമ്മുടെ സൺഡേ സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൈതക്കുഴി ഗായകസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കൊറോണ വ്യാപന കാലത്ത് ഈ കഷ്ടാനുഭവാഴ്ചയിൽ നോമ്പ് നാളുകളിൽ ഇടവയ്ക്ക് മൊത്തമായി ക്രൂശിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോട് ചേർന്ന് ഈ ക്രൂശിൻ്റെ വചനം പങ്കുവയ്ക്കുന്നതിനും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നത് നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇതൊരു ഭയങ്കര പവറാണ്. ക്രൂശ് ഒരു കാലത്ത് ബലഹീനമായ ഒന്നായിരുന്നു. ക്രൂശിന്മേൽ മരത്തിന്മേൽ മരിക്കുന്നതിന് ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ ഉള്ളതാണ്. അതിനെ മറികടക്കാൻ ദൈവം തന്നെ ഒരു മാനഹീനമായ നികൃഷ്ടമായ ഈ മരത്തിന്മേലുള്ള മരണത്തിൽ സ്വയം ത്യാഗമായി അർപ്പിച്ചതിൻ്റെ വലിയ ഓർമ്മയാണ് ഈ കുരിശിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ നോമ്പ് നാളുകളിൽ.
ക്രൂശ് മുമ്പിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് യേശുവിന് സാത്താനെ ജയിക്കാനായിട്ട് സാധിച്ചത്. 40 ദിവസത്തെ ഉപവാസത്തിന് വേണ്ടി യേശു തയ്യാറായി. എന്താണ് തൻ്റെ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്നും ലാക്കെന്നും പരിചിന്തനം ചെയ്യുന്ന ഒരു സമയത്താണ് നിക്കോദിമോസ് യേശുവിനെ കാണാൻ വരുന്നത്. എന്താണ് നിൻ്റെ മാർഗം? എങ്ങനെയാണ് ഈ സമൂഹത്തെ പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അത് പറയുന്നത് നമുക്ക് വായിച്ച് കേൾക്കാം. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. ഈ ക്രൂശിന്മേലുള്ള തൻ്റെ കരയേറ്റമാണ് ലോകമെമ്പാടും എക്കാലത്തുമുള്ള പാപികൾക്ക് രക്ഷാകേന്ദ്രം. പേപ്പട്ടി വിഷം കൊണ്ട് തന്നെയാണ് പേപ്പട്ടി വിഷത്തിന് മറുമരുന്ന് ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ചത്. മരണഭയത്തിൽ നിന്നും മരണഭീതിയിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചത് കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യേശുവിൻ്റെ ക്രൂശ് ആരോഹണത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ മരണം എൻ്റെ പാപത്തിന് പരിഹാരം, ഈ പാപത്തിന് ശമ്പളം മരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ മരണം എൻ്റെ മരണത്തെ നീക്കിത്തന്നു എന്ന് പറയുന്നതും വിശ്വസിക്കുന്നതുമാണ് രക്ഷാമാർഗം. ഈ 50 ദിവസത്തെ നോമ്പ് ആചരണത്തിൽ നമുക്ക് ലഭ്യമാകേണ്ടതും സഭ ലോകത്തോട് പ്രഖ്യാപിക്കുന്നതും വരിക, കുരിശിങ്കിലേക്ക് വരിക, കുരിശിങ്കിലേക്ക് നോക്കുക, കുരിശിതനാവിനെ ധ്യാനിക്കുക. അവൻ തന്നെ നിങ്ങൾക്ക് സമാധാനവും അവൻ തന്നെ നിങ്ങൾക്ക് പാപശാന്തിയും നൽകിത്തരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവർക്കും, യേശുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ്, സമ്മാനമാണ് മരണമില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ക്രൂശിനെ നാം സെലിബ്രേറ്റ് ചെയ്യുന്നത്. കുരിശിതനോട് കൂടെ ചേർന്ന് കുരിശിക്കപ്പെടുവാൻ നാം സ്വയം സന്നദ്ധരാകണം. വിശുദ്ധ സ്നാനത്തിലൂടെ നാം യേശുവിൻ്റെ കൂടെ കുരിശിക്കപ്പെടുന്നു. സ്നാനത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ യേശുവിൻ്റെ കൂടെ ഉയർക്കുന്നു. ഇങ്ങനെ യേശുവിൻ്റെ മരണവും ഉയർപ്പും സ്വന്തം ശരീരത്തിൽ ആർക്കൊക്കെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ അവർക്കൊക്കെ ക്രിസ്ത്യാനികളായി തീരുവാനും ക്രിസ്തു മതാനുസാരികളായി ജീവിപ്പാനും ക്രിസ്തുവിനോടൊപ്പം എന്നും കാണപ്പെടുന്നതിനും നിത്യത അനുഭവിക്കുന്നതിന് സാധിക്കും. രക്ഷയുടെ കവചമാണ് കുരിശ്. സാത്താൻ്റെ ബന്ധങ്ങൾ നമ്മെ വിടുവിച്ചത് ഈ കുരിശിലൂടെയാണ്. അതുകൊണ്ട് ശാപമായിരുന്ന കുരിശ് ഇന്ന് നമുക്ക് അനുഗ്രഹ മുഖാന്തരമായി തീർന്നിരിക്കും. ഇന്നൊരു ബ്ലെസ്സിങ്ങിൻ്റെ മുഖമാണ് കുരിശ്. പല മനുഷ്യരുണ്ടെങ്കിൽ ഒരുവൻ ക്രിസ്ത്യാനിയാണോ ഇല്ലോ തിരിച്ചറിയുന്ന അവൻ്റെ കഴുത്തിൽ ഒരു കുരിശ് വരയ്ക്കുമ്പോഴാണ്, കുരിശ് തൂക്കിയിടുമ്പോഴാണ് ഇവൻ ക്രിസ്ത്യാനിയാണ്, മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നനും വ്യത്യസ്തനുമാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അത് കുരിശ് ഇന്നൊരു ബഹുമാനത്തിൻ്റെ അടയാളമാണ്, ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ അടയാളമാണ്, പുത്രത്വത്തിൻ്റെ അവകാശമാണ്, രക്ഷയുടെ കവചമാണ്, സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലാണ്, കർത്താവായ യേശുവുമായിട്ട് ഏകീഭവിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് കുരിശ്. ശാപമായിരുന്നത് ഇന്ന് നമുക്ക് അനുഗ്രഹം, ആശ്വാസപൂർണമായ ഒരു അനുഭവമായി തരുന്നു. പ്രത്യാശയുടെ ലക്ഷണമാണ് കുരിശ്. ഒരു മരണ വീട്ടിൽ മൃതദേഹത്തിന് മുമ്പിൽ ഒരു കുരിശ് വെക്കുമ്പോൾ പ്രത്യാശയായ യേശു ഇവിടെ എന്നുള്ള സന്ദേഹവും യേശുവിൽ മരിക്കുന്നവർ ജീവിക്കുന്നു എന്നുള്ള സന്ദേശവും ലോകത്തോട് കൊടുക്കുന്നതിന് സാധിക്കുന്നു. പിന്നെ കുരിശിൽ മരിക്കപ്പെട്ടവനെ ധ്യാനിച്ചുകൊണ്ട് കുരിശിതനാവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ കുരിശ് നമുക്കും അർത്ഥവത്തും അനുഗ്രഹപൂർണമായ ഒരു അനുഭവമായിട്ട് തീരും. കുരിശ് ഇന്ന് അനേകരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്ന് യേശു പറയുന്നു. കുരിശിതനാകുന്നതിൻ്റെ പിന്നാലെ കുരിശിക്കപ്പെടാൻ സന്നദ്ധരായ അനേകരുള്ളതുകൊണ്ടാണ് അനേക ആളുകൾ വീണ്ടും വീണ്ടും ക്രിസ്തു മതത്തിലേക്ക് ചേർക്കപ്പെടുന്നത്. ഈ ഒരു അനുഭവം നമുക്ക് അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ സാക്ഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ സാക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു പള്ളിയിൽ ബോഗൻവില്ല കയറി കിടക്കുന്നവരടുത്താണ് ഈ ബോർഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുരിശിക്കപ്പെട്ടവനെന്നുള്ള ഭാഗം ബോഗൻവില്ല മറച്ചുപോയി. ഞങ്ങളോ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പലരും പ്രസംഗിക്കുന്നുണ്ട്, എന്നാൽ പലരും കുരിശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നില്ല. അതാണ് നമ്മുടെ രക്ഷയുടെ അനുഭവം, രക്ഷയ്ക്ക് നിതാന്തമായതും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ നിരന്തരം നിലനിർത്തുന്നതും ക്രൂശിക്കപ്പെട്ട യേശുവാണ്. യേശുവിനോടുള്ള ബന്ധത്തിൽ വളർന്നതിനും നിലനിൽക്കുന്നതിനും നിത്യതയോളം പോകുന്ന ബന്ധത്തിൽ വളരുന്നതിനും നമുക്ക് സാധിക്കണം. നമ്മൾ വൈദികരാകുന്നവരെ കുരിശിൻ്റെ ഭാഷയുള്ള കമ്മീസ് ധരിച്ചുകൊണ്ടാണ്. മരിക്കുമ്പോൾ ഒരു ഷമ്മാശനായിരിക്കുന്നതിന് മാത്രമേ ഒരു വൈദികനോ മെത്രാനോ ആകാനായിട്ട് കഴിയുള്ളൂ. ഒരിക്കലും ഊരാൻ മേലാത്ത ഒന്നാണ്. ഊരാ കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? കമ്മീസ് ധരിക്കുന്നതിന് ഒരിക്കലും ഊരാൻ ഒക്കത്തില്ല. അത്രമാത്രം ഈ വസ്തു അവൻ്റെ ശരീരത്തോടും മനസ്സിനോടും ചേർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി കുരിശിൻ്റെ സാക്ഷിയായിരിക്കണം എന്നും മരിക്കുവോളൂ. അപ്രകാരം കുരിശിതനായവനെ സാക്ഷിക്കുന്ന ഈ കമ്മീസ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ. നസ്രായൻ്റെ മാർഗത്തിൽ വന്ന എല്ലാവർക്കും നസ്രായനെ പോലെ കുരിശ് ധരിക്കുന്നതിനും വഹിക്കുന്നതിനുമായി തീരണം.
ഒരു വൈദികനെക്കുറിച്ചുള്ള സഭയുടെ ആഗ്രഹവും താല്പര്യവും അതുതന്നെയാണ് പറയുന്നത്. ക്രിസ്ത്യാനിയെ തിരിച്ചറിയുക, ക്രിസ്ത്യാനിയിലൂടെ അനുഗ്രഹം പ്രാപിക്കുക, ക്രിസ്തുവിലൂടെ രക്ഷയുടെ മുഖാന്തരത്തിലേക്ക് പ്രവേശിക്കാം. ഇങ്ങനെ ശാപത്തിൻ്റെ പര്യായമായ കുരിശിനെ അനുഗ്രഹത്തിൻ്റെ പര്യായമാക്കി തീർത്ത കർത്താവിനെ ധ്യാനിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുരിശ് വരച്ച് കുമ്പിടുന്നു. സാഷ്ടാംഗ പ്രണാമം. നമ്മുടെ ശരീരത്തിൻ്റെ 8 ഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്ത് ദൈവത്തിന് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത്, പാപിയായ എന്നെ പാപത്തിൽ മരിക്കാതിരിക്കാൻ വേണ്ടി നീതിമാനായ ദൈവമേ, നിൻ്റെ സ്നേഹം കൊണ്ട് നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ, അതിനുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിന്റെ മുൻപാകെ സമർപ്പിക്കുന്നു. പീഡാനുഭവാരത്തിൽ നമ്മൾ കുരിശ് വരച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള നന്ദി പ്രകടനമാണ്. നന്നായി ജീവിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ലോകത്തിന് ജനിപ്പാനും ജീവിപ്പാനും കൃപ ചെയ്തതിന് ദൈവത്തിന് സ്തുതിയും സ്തോത്രം പറയുവാൻ നമ്മുടെ നോമ്പ് ആചരണങ്ങൾ അനുഷ്ഠാനം മുഖാന്തരമായി തരും. നോമ്പിൻ്റെ എല്ലാ അവസാനം ആണ് ഉയർപ്പ്. അവിടെയാണ് ഈ സെലിബ്രേഷൻ്റെ വ്യക്തത. 49 ദിവസം ക്രൂശിനെ ധ്യാനിച്ച ശേഷം ഉത്ഥിതനായ യേശുവിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങുന്നു. അതിനുവേണ്ടിയാണ് നോമ്പ്. ഈസ്റ്ററിൻ്റെ സന്ദേശം കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുന്നതിന് ഈ 40 ദിവസത്തെ പീഡാനുഭവവും ഉപവാസവും 10 ദിവസത്തെ കഷ്ടാനുഭവവും മനസ്സിലാക്കി കർത്താവിൽ ഒന്നായി വളരുന്നതിന് നമ്മുടെ പീഡാനുഭവമാരോ കുരിശിനെക്കുറിച്ചുള്ള ധ്യാനവും മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കുരിശിൻ്റെ സാക്ഷികളാകണം, കുരിശിതനായവൻ്റെ സാക്ഷികളായി തീരണം. അങ്ങനെ ലോകത്തിൽ യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ, ഉയർത്തപ്പെട്ട യേശുവിനെ കാണിച്ചു കൊടുക്കാൻ യൗവനക്കാരായ മക്കളെ നിങ്ങൾക്ക് ഇടയാവട്ടെ. ക്രൂശിൻ്റെ സാക്ഷികളായി മുന്നോട്ട് വന്ന് ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഈ വർഷത്തെ നോമ്പാചരണം മുഖാന്തരമാവട്ടെ. എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവസ്നേഹത്തിന്റെ ആഴത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 19-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കീർത്തനമാണ് എൻ യേശു തൻ വില തീരാ സ്നേഹം. റവറൻ ലൂയിസ് ഹാർട്സോ എന്ന പ്രശസ്തനായ സംഗീതജ്ഞനും പിയാനിസ്റ്റുമായ പട്ടക്കാരനാണ് ഈ ഗാനം രചിച്ചത്. 1878 സാങ്കേസ് സീക്രട്ട് സോങ്സ് ആൻഡ് സോളോസ് എന്ന പുസ്തകത്തിൽ 37 സ്തുതിഗീതങ്ങളായാണ് ഈ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. വില്യം ബി ബ്രാഡ്ബറി എന്ന സംഗീതജ്ഞനാണ് ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത്. ദൈവസ്നേഹത്തിന്റെ മർമ്മവും കരുതലും ഹൃദ്യമായ ഈണത്തിൽ ഈ ഗാനത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നു. ഈ കീർത്തനത്തിന്റെ മലയാള ഭാഷയിലുള്ള ആവിഷ്കരണം അതിലേറെ ഹൃദ്യവും ഇമ്പവുമാണ്. ക്രൂശിലൂടെ ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവസ്നേഹത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ഈ ഗാനത്തിൽ ഉടനീളം നിഴലിക്കുന്നു. പാപത്തിന്റെ ഘോരഹസ്തങ്ങളിൽ നിന്ന് ക്ഷീണിതരായിരിക്കുന്ന മനുഷ്യകുലത്തിന് ക്രിസ്തു കുരിശിലൂടെ ദാനമായി നൽകിയ പാപമോചനത്തിന്റെ സന്തോഷവും എന്നും കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഈ ഗാനത്തിന്റെ അന്തർലീനമായ ശക്തീകരണങ്ങളാണ്. ഏതവസ്ഥയിലും ജീവിതം തേൻ പോലെ മാധുര്യമുള്ളതാക്കുന്ന ക്രിസ്തുവിന്റെ കുരിശിലൂടെയുള്ള വില തീരാത്ത സ്നേഹം ലോകത്തെ മുഴുവൻ പ്രത്യാശയാൽ നിറയ്ക്കാൻ പോകുന്നതാണ്. മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വില തീരാത്ത സ്നേഹം വിവരിക്കുന്ന ഈ കീർത്തനത്തിന്റെ ധ്യാനം വേദനയുടെ നടുവിൽ തളർന്നു പോകാതെ മുൻപോട്ട് ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. Yeah.
കാൽവറിക്കുന്നിൽ ഉയർന്നു കേട്ട മാനവരാശിയുടെ പാപപരിഹാരത്തിന്റെ ഞരക്കം ഹൃദയഭേദകമായി ഓരോ ഹൃദയത്തോടും മന്ത്രിക്കുകയാണ് ഓമനെ നിനക്കായി. പ്രാണവേദനയിൽ പിടയുന്ന ഇടറിയ സ്വരമാണ് അതെങ്കിലും ഇടറിപ്പോയവരുടെ വീണ്ടെടുപ്പും കൂട്ടം തെറ്റിയവരുടെ മടങ്ങിവരവിന്റെ ആഘോഷവും അതിൽ പ്രതിഫലിക്കുന്നു. രൂപത്തിലും ഭാവത്തിലും കനിവ് തോന്നപ്പെടുന്ന ഈ ചിത്രം സകല സൃഷ്ടിക്കും വേണ്ടി സൃഷ്ടിതാവെന്ന പദവി സ്വയം ത്യജിച്ച സർവചരാചരങ്ങളുടെയും ഉടയവന്റെ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പുറം കാഴ്ചകളുടെ മോടിയിൽ വല്ലാതെ ഉലഞ്ഞ് ഉള്ളറകൾ ഇരുണ്ടുപോയവർക്ക് ഉൾക്കാഴ്ച നൽകുകയാണ് ക്രൂശിലൂടെ തെളിയപ്പെട്ട ഈ സ്നേഹരൂപം. ശ്രീ മാത്യു കോശി രചിച്ച് ശ്രീ സാം ബെഞ്ചമിൻ സംഗീതം പകർന്ന ഓമനെ നിനക്കായി എന്ന ഗാനം പിരിയാത്ത ബന്ധമായി സദാനേരം കൂടെ നടക്കുന്ന ക്രൂശിലെ സ്നേഹത്തിലേക്ക് നമ്മെ ആനയിക്കട്ടെ.
വരണ്ടുണങ്ങിയ മരുഭൂവിനെ ഉത്സവ അന്തരീക്ഷമാക്കി മാറ്റുന്ന, യാത്രയിൽ തളർന്നുറങ്ങുന്ന പഥികന് ചുമട് താങ്ങിയായി മാറുന്ന, വന്യമായതിലും ആർദ്രതയുടെ ആകാരം ഒരുക്കിയെടുക്കുന്ന, വിരിച്ചു പിടിച്ച ആ രണ്ട് കൈകൾക്കുള്ളിൽ എല്ലാറ്റിനും അഭയമൊരുക്കുന്ന ക്രൂശിലെ നിർവ്യാജ സ്നേഹത്തെ ഒരു പിടി ഇമ്പകരമായ ഗാനങ്ങളിലൂടെ അനുഭവിക്കുവാൻ നമുക്കിടയായി. അനുഗ്രഹീതരായ ദൈവദാസർ അവരുടെ ജീവിതത്തിൻ്റെ കനലനുഭവങ്ങളിൽ ആശ്രയമായി ഉറ്റുനോക്കിയ ക്രൂശിലെ സ്നേഹത്തിൽ സ്ഫുടം ചെയ്തെടുത്ത ജീവിതഗന്ധികളായ ഈ ഗാനങ്ങളും നമ്മുടെ സഭാപിതാക്കന്മാരിലൂടെ ശ്രവിച്ച ക്രൂശിലെ ക്രിസ്താനുഭവത്തിൻ്റെ സ്ഫുരണങ്ങളായ വാക്കുകളും കാലഗതിയോടൊപ്പം ഓടിയെത്താൻ കഴിയാതെ ഇടറുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് ഊർജം പകരുന്നതാകട്ടെ. ക്രൂശിനെ വലം വെച്ച് ധ്യാനാത്മകമായി ഒഴുകിയ പാഷൻ റിസൈറ്റൽ എന്ന ഈ സംഗീത വിരുന്ന് മഹാമാരിയുടെ കിരാതവാഴ്ചയാൽ ശിഥിലമായ നമ്മുടെ ഗാർഹിക സാമൂഹിക പരിസരങ്ങളെ കുരിശിലൂടെ അനുഭവ്യമായ ഉപാധികളില്ലാത്ത ദൈവസ്നേഹത്താൽ അലങ്കൃതമാക്കട്ടെ. ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെ ഒളിവിതറിയ സ്നേഹിതനായ ദൈവപുത്രൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടങ്ങളിലും പ്രത്യാശയുടെ വിളക്കുമരങ്ങൾ തെളിയിക്കട്ടെ. ദൈവം നമ്മെ ഏറ്റവും അധികമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ധ്യാന വഴിയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചതായ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ആ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവമായ ഞങ്ങളുടെ കർത്താവേ, നീ ബെത്ലഹേം ഓഫർത്തായിൽ കാണപ്പെട്ടു, യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു, മനുഷ്യനായി ഞങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു, ഞങ്ങളുടെ നിന്ദയും പീഡയും സഹിച്ച് കുരിശുമരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടു, പങ്കപ്പാടുകൾ സഹിച്ച് കഷ്ടത അനുഭവിച്ച് നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഈ ഓർമ്മകൾ ഞങ്ങൾ ഈ നാളുകളിൽ ധ്യാനിച്ചു. ഗാനങ്ങളിലൂടെയും കീർത്തനങ്ങളിലൂടെയും അവ ഞങ്ങൾക്ക് ധ്യാന വിഷയമാക്കുവാൻ അവിടുന്ന് അവസരങ്ങൾ തന്നു. വിശുവിനെ കേന്ദ്രീകരിച്ചുള്ള ധ്യാനങ്ങളിലൂടെ അഭിവന്യരായ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ നയിച്ചു. എല്ലാറ്റിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉയർപ്പിൻ്റെ മഹത്വ പ്രത്യാശയിൽ ഞങ്ങളെ അവിടുന്ന് തുടർന്ന് കാക്കുമാറാകണം. ഏതൊരു ദുഃഖവെള്ളിക്കും ഒരു ഉയർപ്പിനെ സമ്മാനിക്കുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് കഴിയും എന്ന് ഞങ്ങൾക്ക് അറിയാം. കർത്താവേ, ആ പ്രത്യാശയിൽ ഞങ്ങൾ എന്നും നിലനിൽപ്പാൻ സഹായിക്കുന്നു. മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ
ഞങ്ങളുടെ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ദിവ്യ സ്നേഹത്തിലാകുന്നു എന്നുള്ളത് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കുരിശിൽ രക്തം ചൊരിഞ്ഞതായ ആ കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങൾ ആദ്യാവസാനം സമർപ്പിക്കപ്പെട്ടതായിരിക്കാൻ സഹായിച്ചാണ്. ഈ ധ്യാന വഴിയിൽ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കായും സ്തോത്രം. ഗാനങ്ങൾ ആലപിച്ചവർക്കായി സ്തോത്രം. സന്ദേശങ്ങൾ ഒരുക്കിയവർക്കായി സ്തോത്രം. എല്ലാം തിരുനാം മഹത്വത്തിന് മുഖാന്തരമാകണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.